മുൻപിൽ മകനെന്നതുപോലെ, പിതാവിന്റെ മുൻപിൽ മകളെന്നതുപോലെ ധൈര്യത്തോടെ നമുക്ക് ചേർന്ന് വരാം. കർത്താവിന്റെ വചനം പറയുന്നു, ഇന്നലകളെ കുറിച്ച് ഓർക്കണ്ട, കഴിഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. എത്ര പേർക്ക് പ്രാർത്ഥനയുടെ ആത്മാവിന് വിരോധമായി നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ചിന്താഗതികളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മെ സഹായിക്കാൻ പുത്രന്റെ രക്തമുണ്ട്. യേശുവിന്റെ രക്തം, യേശുവിന്റെ ആത്മാവ്, യേശുവിന്റെ വചനം, യേശുവിന്റെ ശക്തി, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ കരുതൽ. ആമേൻ. സംസാരിക്കുക കർത്താവിനോട്. യേശുവിന്റെ രക്തത്തിനായി സ്തോത്രം ദൈവമേ. യേശുവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. എനിക്കറിയാം അയോഗ്യനാണ് ഞാനെന്ന് എനിക്കറിയാം, എന്നാലും അങ്ങയുടെ രക്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആ രക്തമാണ് എന്നെ കഴുകുന്നത്. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അങ്ങയുടെ സ്നേഹമാണ് എന്നെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. നന്ദിയോടെ സ്തോത്രം ചെയ്യ്. യേശുവിന്റെ നാമത്തിനായി സ്തോത്രം, യേശുവിന്റെ രക്തത്തിനായി സ്തോത്രം, യേശുവിന്റെ വചനത്തിനായി സ്തോത്രം, യേശുവിന്റെ ആത്മാവിനായി സ്തോത്രം, പിതാവിന്റെ സ്നേഹത്തിനായി സ്തോത്രം. വിശ്വാസത്തിന്റെ സ്തോത്രം വരട്ടെ. ആമേൻ. ഭാവന കണ്ട് സ്തോത്രം ചെയ്യട്ടെ. ഉന്നതമായ ദർശനത്തോടെ സ്തോത്രം ചെയ്തിട്ടെ. അസാധാരണമായ താലന്തുകൾ കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ കരുതലിനായി സ്തോത്രം ചെയ്താട്ടെ. അനേക പട്ടണങ്ങളുടെ മേൽ നിന്നെ അധികാരിയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നത് കൊണ്ട് നീ സ്തോത്രം ചെയ്താട്ടെ. നിന്റെ ഭവനത്തിലെ പ്രതിസന്ധികളുടെ മേൽ നിന്റെ മേലൊരു അധികാരം തരാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. നമ്മെ ലോകത്തിന്റെ വെളിച്ചമാക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ലോകത്തിന്റെ മുൻപിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരാക്കുവാൻ അവൻ നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹാരകനായ ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിൽ നമ്മെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ സ്തോത്രം നിൽക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ധ്യാനിച്ച് എന്റെ ഹൃദയം ചൂടുപിടിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ മനോഹരത്വം കാണുവാൻ, അങ്ങയുടെ ആലയത്തിലായിരിക്കുവാൻ, അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാൻ, അങ്ങയുടെ ആത്മാവിന്റെ ചൂടേറ്റ് വാങ്ങുവാൻ, അങ്ങയുടെ അഭിഷേകത്തിന്റെ തീക്കകത്തിറങ്ങുവാൻ, ആത്മനദിക്കകത്തേക്കിറങ്ങുവാൻ, മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ആത്മനദിക്കകത്തിറങ്ങുവാൻ ഈ തലമുറയിൽ അങ്ങ് ഞങ്ങളെ കണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ശേഷിപ്പിന്റെ മണ്ഡലത്തിൽ അങ്ങ് ഞങ്ങളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അഗ്നി കൊണ്ട് കത്തിയ ഹൃദയത്തോടെ ഇന്ന് പകൽ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. എല്ലാ അനുഭവങ്ങളെയും ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. പറയാം കർത്താവിനോട്, അങ്ങയുടെ പുണ്യാഹ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. തന്റെ ചോര കൊണ്ട് ഞങ്ങളെ കഴുകുന്ന ഞങ്ങളുടെ വല്ലഭത്വത്തിനായി നന്ദി. ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ സെല്ലുകളിലേക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയെ നയിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവേ, ഞങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തെ നമ്മെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവൻ അസ്ഥിത്താഴ്വരയിൽ അസ്ഥിയോട് ഇടപെട്ടവൻ, മാംസത്തോട് ഇടപെട്ടവൻ, ദുഃഖിനോട് ഇടപെട്ടവൻ. ആമേൻ. ഇന്ന് പകരം ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ. പ്രാർത്ഥന ഒരു അഭിഷേകമായി ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. പ്രാർത്ഥനയുടെ വരം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളെ ഒരു പ്രാർത്ഥന മനുഷ്യരാക്കണമേ കർത്താവേ. ആമേൻ. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ആമേൻ തിരുസന്നിധിയിൽ തിരുമുഖം അന്വേഷിക്കാൻ ഭക്തന്മാർക്ക് അങ്ങ് നൽകിയ മഹാകൃപ ഞങ്ങൾ ഓർക്കുന്നു. ഈ തലമുറയിൽ അങ്ങ് ഞങ്ങളെയും ആ കൃപ കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഞാൻ കിടക്കയിൽ എന്റെ കരം വിരിച്ചു പിടിച്ചു. ആമേൻ. ഞാനോ എന്റെ കിടക്കയിൽ അങ്ങെ ധ്യാനിച്ചു എന്ന് ഭക്തന്മാർ പറയുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ തല ആമേൻ വെള്ളം കൊണ്ട് നിറച്ച് ഞങ്ങളുടെ കണ്ണിനെ
കണ്ണുനീർ ഉറവയാക്കി തീർത്ത് ആമേൻ ഞങ്ങളെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകന് നൽകിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ആകാശത്തിൽ യഹോവേ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാൻ അങ്ങയുടെ ഭക്തന്മാർക്ക് നൽകിയ പകർച്ചയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വ്യാജപ്രവാചകന്മാർ നൂറുകണക്കിന് മാറി നിന്നപ്പോൾ യാഗപീഠം വെള്ളം കൊണ്ട് നിറച്ചിട്ട് അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തെ വിളിച്ച് അഗ്നിയാൽ ഉത്തരമരുളുന്ന ദൈവത്തിനു വേണ്ടി ജാഗരിച്ച ഒരു ഏലിയാവിനെ പ്രാർത്ഥനാ മനുഷ്യനാക്കിയ യഹോവേ, ഇന്ന് പകൽ പ്രാർത്ഥനയുടെ വരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി കർത്താവേ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു.